അയാളെ വിടാൻ പറ്റില്ല, വേഗം കൊണ്ടുവരാം, അയാളെ സമയമില്ലല്ലോ. ഇവരെ അയാൾ ആദ്യം നേരാണ് വായിച്ചോട്ടെ, എന്നാലും നമ്മളെ എന്താ കിതാബിടിക്ക് അവാരിഫുൽ മആരിഫ് എന്നല്ലോ. എന്തിനാ അയാൾ വന്ന് ഈ ഓരോന്ന് അവനാൻ്റെ പണിയെടുത്ത് കൂടിയാൽ പോരെ? എന്തിനാ അയാൾ വന്നത് മശായിഖന്മാരാണ് ദീനിനെ സംരക്ഷിക്കുന്നത്, സുന്നത്തിനെ ഹയാത്താക്കുന്നവർ എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ സൂഫിയാക്കൾ മാത്രമല്ല, സൂഫി അല്ലാത്ത ആലിമും അതിലുണ്ട് എന്ന് പറയാൻ, സൂഫി അല്ലാത്ത ആലിം പറഞ്ഞാൽ ബലും കൂടി ഉണ്ട് എന്ന് പറയാനാണ് നമ്മളെ ബിസിനസ്മാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളാണ് അത് വായിക്കാനാണ് അയാൾ ഏത് കിതാബ് എടുത്തത്, അവാരിഫുൽ മആരിഫ്. അത് വായിച്ചതാകെ തല തിരിഞ്ഞു പോയി. ഏതായാലും അയാൾ അവാരിഫുൽ മആരിഫ് ഒന്ന് വായിക്കട്ടെ. എന്നിട്ട് അതിൻ്റെ മഹത്വം അങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സുഹ്റവർദി ഇമാം അവാരിഫുൽ മആരിഫ് പറയാണ്. അവാരിഫുൽ മആരിഫ് അത് കേള് പ്രത്യേകം പറഞ്ഞ കിതാബാണല്ലോ, നോക്കണം എന്നൊക്കെ പറഞ്ഞ്. ആ അവാരിഫുൽ മആരിഫ് വമിനല്ലദീ യകൂമു നിൽക്കുന്നവരിൽ പെട്ടവരാണ് ബി ഇഹ്യാഇ ഹാദി സുന്നത്ത്. ഈ സുന്നത്ത് ഏത് സുന്നത്ത്? സൂഫിയാക്കളെ ഈ സുന്നത്ത്, ഹദീസല്ല. അതവിടെ ചർച്ച ചെയ്തിട്ട് പറയാം. ഈ സുന്നത്ത് ഇഹ്യാഇ ചെയ്യൽ കൊണ്ട് നിൽക്കുന്നവരാണ് മിൻ സുനനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ നിന്ന് ഈ സുന്നത്ത് കൊണ്ട് ഇഹ്യാഇ ചെയ്യുന്നവരിൽ പെട്ടവരാണ്. സൂഫി അല്ലാത്ത, സൂഫി സുന്നത്ത് എന്താകുന്നുണ്ട്, ഇഹ്യാഇ ഉണ്ട്. അപ്പൊ സൂഫി അല്ലാത്ത ഇഹ്യാഇ ചെയ്യുന്നവരിൽ പെട്ടവരാണ് അൽ ആലിമു ബില്ലാഹ്. അല്ലാഹുവിനെ സംബന്ധിച്ച് ഇൽമുള്ള ആള്, അസ്സാഹിദു ഫി ദുനിയ. അപ്പോ നേരെ അർത്ഥമാണ് മാറ്റി. നിങ്ങളോട് ഞാൻ എപ്പോഴും പറയലുണ്ട്, വീണാ പിന്നെ ഏറ്റവും നല്ലത് എഴുന്നേറ്റ് പോകലാണ്. പിന്നെ അവിടെ കിടന്ന് ഇങ്ങനെ വയന്നാ പിന്നെയും കൊടുക്കും. ഇനി ആ പേജ് ഒന്ന് കാണിച്ചു കൊടുക്ക്, അതിലെന്താ ചോദിക്കണമെന്ന് എല്ലാവർക്കും കാണാം അവിടെ. അതാ ഏത് അറബി തിരിയാത്തവർക്കും ആ ക്വസ്റ്റ്യൻ ചിഹ്നം കണ്ടാൽ മനസ്സിലാവും ഇതെന്തൊരു ചോദ്യമാണ്. ഇതിലെന്താ ചോദിക്കണേ? സൂഫിയാക്കളെ മഹത്വം ഇങ്ങനെ പറഞ്ഞ് മഹാൻ ചോദിക്കാണ്, മനില്ലദീ യഖൂമു ബി ഇഹ്യാഇ ഹാദി സുന്ന മിൻ സുനനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറു സൂഫി അൽ ആലിമി ബില്ലാഹ്. എന്താ ചോദ്യം? അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്തിനെ ഹയാത്താക്കാൻ ആരുണ്ട്? മനില്ലദീ, ആരുണ്ട്? ഗൈറു സൂഫി, സൂഫി അല്ലാത്ത ആരുണ്ട്? എങ്ങനെയുള്ള സൂഫി? അൽ ആലിമി ബില്ലാഹ്, അള്ളാഹനെ അറിഞ്ഞ സൂഫി, അവനാ സൂഫി. ഇയാളെന്താക്കിയത്? ഇഹ്യാഇ ചെയ്തവരിൽ പെട്ടവരാണ്. സൂഫി അല്ലാത്ത ആള് അത് ആരാ? ബലാണ്, ആലിമാണ്. ഇതാ വച്ചേ. എന്നിട്ട് അതുപോട്ടെ, നമ്മൾ കണ്ടതാ. എന്നിട്ട് അയാളിപ്പോൾ അത് വിശദീകരിക്കാൻ വേണ്ടി 2 വീഡിയോ ഇറക്കി. 2 വീഡിയോയിലും ആ ഇബാറത്ത് വായിക്കുക പോലും ചെയ്തിട്ടില്ല. ഈ 3-മത്തേലുണ്ടോ നോക്കുക. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നേർക്ക് നേരെ ആ ഇബാറത്ത് ഞാൻ വായിച്ച് എനിക്ക് തെറ്റ് പറ്റി, അതവിടെ ഒരു ചോദ്യമാണ്. ആ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. അവിടെ കിട്ടാത്തവർക്ക് വേണ്ടി മന്ന് എന്നുള്ള ലബത്താക്കി ഫത്ത് വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് 1-ാം ക്ലാസ് പഠിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് എല്ലാവർക്കും മനസ്സിലായതാ. എത്രയോ ആളുകൾ നമ്മളോട് വിളിച്ചു പറഞ്ഞു, ഈ ഏപ്പിക്കാരൊരു ധാർഷ്ട്യം, എത്ര പൊട്ടനാന്ന് മനസ്സിലായാലും പിന്നെ ഇത് ന്യായീകരിച്ച് വരും. ഇയാൾ അതിൻ്റെ തെളിവാ. ഇയാൾ മുഷാവറാങ്ങാന്നൊക്കെ പറഞ്ഞാണല്ലോ പ്രശ്നം. ഇയാൾ മുഷാവറ അല്ലേ? ഞാനൊരു എളിയ മുഷാവറയാണ്. ഏത് മുഷാവറയായാലും മൂത്ത മുഷാവറ ഇനി ആകണ്ടി, ഏതായാലും ആകട്ടെ കേട്ടോ. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വന്നിനി പോന്നു. അതാ നിങ്ങൾ കാണാൻ പോണ്. ഒരു ആദ്യത്തെ വീഡിയോയിൽ ഒരു ചോദ്യം ഉണ്ട്. ആ ചോദ്യം ആദ്യം വെച്ച് കൊടുക്കും. വലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് കഴിഞ്ഞ ക്ലാസ്സിൽ സുഹ്റവർദി ഇമാമിൻ്റെ അവാരിഫുൽ മആരിഫിൻ്റെ ഇബാറത്ത് വായിച്ചർത്ഥം വെച്ചത് തെറ്റാണ് എന്ന രീതിയിൽ ചില കള്ളത്തൊരീക്കത്തുകാർ പ്രചരണം നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് വിശദീകരണം? ഇവരെന്തെങ്കിലും പൊട്ടത്തരം പറയാ, അത് തെറ്റാന്ന് പറഞ്ഞാൽ കള്ളത്തൊരീക്കത്ത് വഴി എന്താ ചെയ്യുക? പച്ച നുണ കിതാബെന്ന് ഇവർ വായിക്കാം. എന്നാ ഇയാൾ മറുപടിക്ക് വരിക കേട്ടോ. ഞാൻ അപ്പോഴും മടവൂർ ശൈഖുനാൻ്റെ ആ വാക്കാണ് ഓർക്കണത്. പണ്ട് കൊടകിൽ പോയിട്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് കോയക്കുട്ടി ഹാജി എന്നറിയുന്ന ശൈഖുനാൻ്റെ ഒരു പ്രിയപ്പെട്ട ആളുണ്ടല്ലോ, അവരൊരു റാത്തീബ് തുടങ്ങിയപ്പോൾ
അന്ന് അവർക്കെതിരെ പേരോട് പ്രസംഗിച്ചിരുന്നു. അന്ന് ഷെയ്ഖുന അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, കോയക്കുട്ടി ഹാജി, നിങ്ങളെ വഷളാക്കിയവനെ ഞാൻ എല്ലാ സ്ഥലത്തും വഷളാക്കും. ഇതൊക്കെ അന്ന് മടവൂർ ഷെയ്ഖുന പറഞ്ഞതാണ്. അന്ന് പേരോട് അവിടെ പോയി പ്രസംഗിച്ചതിൻ്റെ സി ഡി അല്ല ഓലക്കേസറ്റൊക്കെ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ മശായിഖിൻ്റെ കുരുത്തക്കേടാണ് ഇതൊക്കെ. അല്ലെങ്കിലും കിതാബ് വായിക്കാൻ അറിയണോലെന്ന് വെച്ചോളി, എന്നാലും ഇവിടെ വന്നാൽ കുടുങ്ങും. അതെന്താ അറിയോ, ഇവിടെ ഈ കിതാബ് പോലെ എന്തിനാ വായിക്കണത്? മശായിഖിനെതിരെ പറയാനാണ്. കിതാബ് എന്തിനാ ഉണ്ടാക്കിയത്? മശായിഖിന് വേണ്ടി പറയാൻ. ഇപ്പം അവാരിഫുൽ മാരിഫ് ഇമാം സുഹ്റവർദി എന്തിനാ ഉണ്ടാക്കിയത്? സൂഫിയാക്കളെ സ്ഥിരപ്പെടുത്താൻ. സൂഫിയാക്കളല്ലാതെ ഇവിടെ മശായിഖ് അല്ലാതെ ദീന് ഇഹ്യാ ചെയ്യുന്ന ജീവിപ്പിക്കുന്ന ആളില്ല എന്ന് പറയാൻ. ഇവരെ അതിനെ നേരെ എതിരാ വായിക്കണത്. ഇച്ചങ്ങാതിക്കൊന്നും പിന്നെ തിരിയില്ല, അത് പോട്ടെ, വിഷയം തന്നെ തിരിയില്ല, ആകെപ്പെട്ട്. എന്നിട്ടിപ്പോൾ അയാൾ പറയാണ്, ഞാനൊരുന്ന് വായിച്ചപ്പോൾ അതിങ്ങനെ എല്ലാ സ്ഥലത്തും പറഞ്ഞു നടക്കുകയാണ്, അതുകൊണ്ട് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. പ്രധാനപ്പെട്ട അവാരിഫുൽ മആരിഫിൽ നിന്ന് ഈ വിനീതൻ ഒരു ഇബാറത്ത് വായിക്കുകയുണ്ടായി. ആ ഇബാറത്ത് ഞാൻ വായിച്ചതും അർത്ഥം വെച്ചതും തെറ്റാണ് എന്ന് കൊണ്ടുപിടിച്ച് നാടായ നാടൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങൾക്ക് പേടിയുണ്ട്, നിങ്ങൾ വരാതെക്കണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, ദീനിനെതിരെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ വരും, പറയും. അല്ലാതെ ഇപ്പം എത്ര മുദരിസുമാർ ഇവിടെ കണ്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടോ? ഞങ്ങൾ തന്നെ അണ്ടോണം വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, അന്ന് നിങ്ങളെ ക്ലിപ്പിട്ടില്ലല്ലോ. നിങ്ങൾ ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ മശായിഖിനെതിരെ വന്നു, അതുകൊണ്ട് അട്ടത്. കരഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ എല്ലാ സ്ഥലത്തും പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ പേരോട് പറഞ്ഞിട്ടാണ് എന്തിനാ നിങ്ങൾ വെറുതെ പറഞ്ഞാൽ? പേരോട് പറയാൻ നിങ്ങൾക്കൊരു മോശ? അങ്ങനെയാണോ? നേതാവ് പറഞ്ഞിട്ടാണ് നിങ്ങൾക്കൊരു എന്താ മോശമായത്? അത് വ്യക്തമാക്കണം. ഒന്നുകിൽ നിങ്ങൾ അത്രയും പൊട്ടനായി, അപ്പോൾ പേരോട് പറഞ്ഞിട്ടാകുമ്പോൾ ഈ പൊട്ടത്തരം വരുന്ന പേടിയാണോ? അതോ പേരോട് എന്നുള്ളതൊരു പറയാൻ പാടില്ലാത്ത പയച്ചുപോയ ആളായതുകൊണ്ടാണോ? അത് നിങ്ങൾ വ്യക്തമാക്കി. ഇതിന് ബാക്കി ഞാൻ പറയാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞമ്മക്കൊക്കെ ഇപ്പോൾ നമ്മളൊരു ഉസ്താദ് പറഞ്ഞു പറഞ്ഞാൽ അഭിമാനമല്ല ഉണ്ടാകുക. ഷെയ്ഖുനെ പറഞ്ഞിട്ട് ഞാൻ പറയണം, അങ്ങനെയല്ലേ പറയേണ്ടി? ഇത് പേരോട് പറഞ്ഞിട്ട് അറിയുമ്പോൾ വേദന ഉണ്ടായി അത്രയും. അപ്പോൾ അത്രയും പൊട്ടത്തരാണ് പറയുന്നത് എന്നൊക്കെ അറിയാലോ. അപ്പോൾ ഏതായാലും ഇരിക്കട്ടെ. അങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ പോയി പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പറയുന്ന ആ വിഷയത്തിലേക്ക് വരും. അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ അപ്പം അതിൽ തെറ്റ്? എന്താ അപ്പം അങ്ങനെ വായിച്ചാൽ കുഴപ്പം? അത് നിങ്ങളൊന്ന് പറയുന്നതാണ്. അത് സാധു ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും അയാൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ വെച്ച് കൊടുക്ക്. ആ ചെറുമാറാവട്ടെ. അവാരിഫുൽ മആരിഫിൽ ഞാൻ വായിച്ച ഇബാറത്ത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ പ്രസംഗം കേട്ടു നോക്കി. സ്വാഭാവികമായും ഇബാറത്ത് തെറ്റാണ് എന്ന് പറയണമെങ്കിൽ ആ ഇബാറത്തിലുള്ള തെറ്റ് എന്തുകൊണ്ടാണ് തെറ്റായത്? ഒന്നിരിക്കൽ നഹവിൻ്റെ കായിദ ഒക്കാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ സൊറഫിൻ്റെ കായിദ ഒക്കാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ ഇൽമുൽ മആനിയുടെയോ ബയാനിൻ്റെയോ ഏതടിസ്ഥാനത്തിലാണ് തെറ്റാണ്? ഇത് അടിമുടി തെറ്റാ. ഇതിൽ ശരിയായ ഒരു ഭാഗവുമില്ല. കാരണം എന്താ അറിയോ, അവിടെ ചോദിക്കണീൻ്റെ നേരെ എതിരാ നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴേ തിരിഞ്ഞില്ലല്ലോ. ഇതിൽ ചോദിക്കുന്ന എന്താ അറിയോ, ആരുണ്ട് ദീനിനെ ജീവിപ്പിക്കുന്നവർ? ഒയ്റു സൂഫി, സൂഫി അല്ലാത്ത ആരുണ്ട്? സൂഫി എന്ന് പറഞ്ഞാൽ അൽ ആലിമി ബില്ലാഹ് അസ്സാഹിദി ഫിദ്ദുനിയാ, ദുനിയാവിൽ സാഹിദായ അള്ളാഹിനെ കുറിച്ച് അറിവുള്ള സൂഫി അല്ലാത്ത ആരുണ്ട് എന്നാ ചോദ്യം. നിങ്ങളെന്താ ആക്കിയത് അറിയാമോ ഇല്ലേരെ? കുറച്ചൊക്കെ ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കും. നിങ്ങൾക്ക് തിരിയാഞ്ഞിട്ടല്ല, നിങ്ങളെ ശിഷ്യന്മാർക്ക് മുമ്പിലൊക്കെ വഷളായപ്പോൾ നിങ്ങളൊരു ബേജാറായിരിക്കും. പക്ഷേ പിന്നെ നിങ്ങളെ ഇടങ്ങാറാകുകയാണെങ്കിൽ പിന്നെയും വഷളാകുക ചെയ്യാം. ഇതിൻ്റെ പ്രശ്നം എന്താ അറിയോ, ഒയ്റു സൂഫി, സൂഫി അല്ലാത്തവരും ഉണ്ട് എന്നാ ഞങ്ങൾ പറയുന്നത്. ഇയാൾ പറഞ്ഞതാ, സൂഫി അല്ലാത്തവരും ഉണ്ട് ദീനിനെ ജീവിപ്പിക്കുന്നവർ. ആരാ സൂഫി അല്ലാത്തവർ? അൽ ആലിമു ബില്ലാഹ്, അള്ളാഹുവിനെ അറിഞ്ഞവർ. ഈ അള്ളാഹിനെ അറിഞ്ഞവർക്ക് പറയുന്ന പേരാണ് കുട്ടി സൂഫി എന്നുള്ളത്. എങ്ങനെ നിങ്ങളെ ഇതൊക്കെ നരച്ചു പോയത്? വെയിലുണ്ട് നരച്ച? കോഴിക്കോട് ജില്ലാ മുശാവറ എന്തോ ആകട്ടെ, ഞാൻ ചോദിക്കണേ,
അൽ ആലിമു ബില്ല എന്നത് ഒയ്റു സൂഫി ആണോ? നിങ്ങൾ അർത്ഥം വെച്ചനുസരിച്ച് ഒയ്റു സൂഫി പറഞ്ഞാൽ എന്താ? ഇതേത് നാടിനും തിരിയും. സൂഫി അല്ലാത്തവർ ആരാ? അൽ ആലിമു ബില്ല, അള്ളാനെ അറിഞ്ഞവർ. അള്ളാനെ അറിഞ്ഞവർക്ക് പറയുന്ന പേരാണ് സാധു സൂഫി എന്നുള്ളത്. ഒയ്റു സൂഫി അല്ല അൽ ആലിമു ബില്ല, പിന്നെ സൂഫിയാണ് അൽ ആലിമു ബില്ല. നിങ്ങൾ അർത്ഥം വെച്ചനുസരിച്ച് സൂഫി അല്ലാത്തവരുമുണ്ട്. അതാരാ? അൽ ആലിമു ബില്ല, അതാണ് അള്ളാനെ അറിയണവര്. അള്ളാനെ അറിയണവർക്ക് പറയുന്ന പേരാ സൂഫി. അതന്നെ തെറ്റ്, ബമ്പം തെറ്റാ, അർത്ഥത്തിൽ ഫുള്ള് തെറ്റാ. എന്താണോ സുഹ്റവർദി ഇമാം ഉദ്ദേശിച്ചത്? ഇനി ആരാ സൂഫി എന്ന് ഞാൻ വായിച്ചുതരാം കേട്ടോ. വലിയ സൂഫി എന്നൊക്കെ പറഞ്ഞാൽ അതാ ഇമാം സുർഖാനിയുടെ ശറഹ്, അൽ മുറാദു ബി വലിയില്ലാ അൽ ആലിമു ബില്ലാ. അള്ളാനെ അറിഞ്ഞ ആളിനാ വലിയ കൊണ്ട് ഉദ്ദേശം. അതന്നെയാണ് സൂഫിയും വലിയൊക്കെ ഒന്ന് തന്നെ. അപ്പൊ അവരെ ഉദ്ദേശം അൽ ആലിമു ബില്ലയാണ്. ഇനി കണ്ടോ, ഫുതൂഹുൽ ഗൈബ് വഹുവ അൽ ആലിമു ബില്ലാ. ഇനി ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഹഖ് ബിൻ സബഈൻ അലഫ് തന്നെ അസ്സൂഫിയു, സൂഫി എന്ന് പറഞ്ഞാൽ ഹുവൽ ആലിമു ബില്ലാ, അവർ അള്ളാനെ അറിഞ്ഞവരാണ്. ഫതുൽ ബാരി സൂഫി വലി എന്ന് പറഞ്ഞാൽ അൽ ആലിമു ബില്ലാ. ഇതാരാ പറയാത്ത്? നിങ്ങളെ രണ്ടാക്കി. സൂഫി അല്ലാത്തവരാണ് അൽ ആലിമു ബില്ലാ എന്നാക്കി. അള്ളാനെ അറിഞ്ഞവർക്ക് പറയുന്ന പേരാണ് സൂഫി എന്ന ബാലപാഠം പോലും താങ്കൾക്ക് അറിഞ്ഞില്ല. അതുകൊണ്ട് ഇപ്പോഴും ചോദിക്കാണ്, ഞാൻ വായിച്ചില്ല, എന്താ തെറ്റ്? സൂഫി അല്ലാത്തൊരു ആലിമു ബില്ലല്ല. അതിൻ്റെ അടിയിലുള്ള നിസ്ബന്ധ എന്താ? നിസ്ബ അടുത്ത പ്രശ്നത്തിൽ പറയണം. നിങ്ങൾ ഒയ്റു സൂഫിയായ ആള് ആലിമു ബില്ല ആവൂല. എല്ലാ ആലിമു ബില്ലയും സൂഫിയാണ്, എല്ലാ സൂഫിയും ആലിമു ബില്ലയുമാണ്. രണ്ടും മുത്തറാദിഫാണ്, രണ്ടും ഒന്നാണ്. താങ്കൾ അർത്ഥം വെച്ചു നേരെ തല കീകനാൻ അർത്ഥം വെക്കണ്. അതാ തെറ്റിയത്. ഇപ്പോഴും മനസ്സിലായിട്ടില്ലല്ലേ എന്താ തെറ്റിയെന്ന്? എന്നിട്ട് അയാളിപ്പോൾ പറഞ്ഞു ഒപ്പിച്ച് വരാൻ നോക്കുക. രണ്ടാമത്തെ വീഡിയോയിൽ പൂർത്തിയായില്ല. ഇനി എന്താ മുട്ടായി ഉണ്ടാക്കണ അറിയോ? ഇനി മുട്ടായി ഉണ്ടാക്കി അതിലേറെ വലിയ അപകടത്ത് ചാടാൻ പോവുക. അയാൾ പറയാം, അയാൾ പറഞ്ഞുണ്ടാക്കി തുടങ്ങാം കേട്ടോ. ഇനി മറുപടി പറയാം. ഇത് ഒപ്പിക്കണമല്ലോ, ഒപ്പിക്കാനുള്ള പദ്ധതികൾ. ഒപ്പിക്കലൊന്നും ഞങ്ങളെ മുമ്പിൽ വിലപ്പോവില്ല. ഈ വായിക്കാണ്ടി നേരം കണ്ട് വരിക, നമുക്കൊന്ന് വായിപ്പിച്ചേരായി. ഒരൊറ്റൊന്നിനും വിടൂല ഞങ്ങൾ. വായിക്ക് അടുത്ത് പറയട്ടെ. ആദ്യമായി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആ ഇബാറത്ത് ഹല്ല് ചെയ്യുന്നതിന് മുമ്പ് മുഖദ്ദിമയായി പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചില വിഷയങ്ങൾ പറയാം. ഒന്ന്, സൂഫിയത്ത് എന്നുള്ളത് അതൊരു ഇസ്തിലാഹിയായ പ്രയോഗമാണ്. അതിന് തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പം എന്താ അവിടെ മറുപടി പറയാൻ തുടങ്ങുകയാണ്. കുറച്ച് മുഖദ്ദിമൊക്കെ ഉണ്ടാക്കണം. ഒരു മുഖദ്ദിമ ഉണ്ടാക്കണം, നേരെ വാക്ക് വായിച്ച് അർത്ഥം പറയും. അപ്പം എന്താ അയാൾ പറഞ്ഞു പോകണ അറിയോ? ഇനി അടുത്ത വീഡിയോയിൽ വരാൻ പോണ വരെ ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്താണ് പറയാൻ പോണേന്ന്. പാല് പൊന്തിച്ച് അറിയാലോ എടുക്കാൻ പോണേന്ന്. അതായത് ഇപ്പം ഞാൻ എന്താ ഉണ്ടാക്കി കൊണ്ടുവരണ അറിയോ? സൂഫി എന്നത് സാങ്കേതിക പദമാണ്. അപ്പം ആദ്യകാലത്തുള്ള മഹാന്മാർക്ക് സൂഫി എന്ന് പറയാറില്ല. ഓരോ പേര് പിന്നെ വരുമല്ലോ. അപ്പോ സൂഫി അല്ലാത്ത ആലിമു ബില്ലയും ഉണ്ട് എന്ന് കൊണ്ടുവരാൻ പോവാണ്. സൂഫി അല്ലാത്ത ആലിമു ബില്ല ഉണ്ട്. അത് ആദ്യകാലത്തുള്ളവരാണ്. ഓല ഉൾപ്പെടുത്താനാണ് ഞാൻ പറഞ്ഞത്. മുഹില്ലേ, മുഹ് മാഫിയ. ആദ്യകാലത്തുള്ള ഒരു സൂഫി അല്ല എന്നല്ല സാധു പറയുന്നത്. പിന്നെ ആദ്യകാലത്തുള്ളവർക്ക് സൂഫി എന്ന് അന്ന് പറയാറില്ല. അവരാര് തന്നെയാണ്? സൂഫികൾ തന്നെയാണ്. പറയാറില്ല എന്നതും അവരതല്ല എന്നുള്ളത് രണ്ടാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞുതരാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ 20 നിസ്കരിച്ചു അല്ലേ? അന്ന് അതിന് തറാവീഹ് എന്ന് പേരില്ല. തറാവീഹ് എന്നുള്ള പേര് പിന്നെയാണ് വരുന്നത്. അപ്പൊ പേര് വന്നതിന് ശേഷം നമ്മളെന്താ പറയാ? അള്ളാഹിന്റെ റസൂല് തറാവീഹ് നിസ്കരിച്ചു. കാരണം ഈ പേര് ഇവിടെ വന്നാൽ അന്നുള്ള നിസ്കാരത്തിന് ആ പേര് ഇവിടെ വരും. അല്ലാതെ റസൂല് തറാവീഹ് അല്ലാത്ത ഒന്നാ നിസ്കരിച്ചെന്ന് ആരോ പറയൂ. ഇതുപോലെ സൂഫി എന്ന് പറയാറില്ല. പിന്നെ സൂഫി എന്ന് പറഞ്ഞപ്പോൾ അതിന് നിർവചനം പറഞ്ഞത് അൽ ആലിമു ബില്ലാ. അൽ ആലിമു ബില്ല ഒക്കെ സൂഫിയാണ്. അപ്പൊ അന്നുള്ളവരൊക്കെ സൂഫിയാണ്. ആർക്കതറിയാത്ത? എന്നിട്ട് നല്ല രസമുണ്ട്. അവാരിഫുൽ മആരിഫിൽ നിന്ന് ആദ്യ ഭാഗം അയാൾ വായിക്കുന്നുണ്ട്. ആ വായിക്കുന്നത് അയാൾക്ക് തെളിവായിട്ടാണ് വായിക്കണത്. പക്ഷെ സാധു വായിക്കണൊക്കെ നമ്മളെ ഒറിജിനൽ തെളിവാ.
കാരണം ഇത് ഈ ഭയങ്കര പെടലുപെട്ട ഒരു സംഗതിയെ നന്നാക്കാൻ കുറച്ച് പണി ഉണ്ടാവുമല്ലോ. മൂപ്പര് പറയാ, അതുകൊണ്ട് തന്നെ സൂഫി എന്നതൊരു സാങ്കേതിക പദമാണ്. അതുകൊണ്ട് സുഹ്റവർദി ഇമാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ കിതാബിൽ സൂഫി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഖറബ് എന്നാണ്, അള്ളാനോട് അടുത്ത ആള് എന്നാണ്. അടുത്ത ആള് എന്നാണ് സൂഫി എന്ന് ഞാൻ പ്രയോഗിക്കുന്നതിൻ്റെ മഅന എന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മളെ കാര്യം എളുപ്പമായില്ലേ? കാരണം എന്താ, സൂഫി അല്ലാത്ത ആരുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാനോട് അടുത്തവരല്ലാത്തവർ ആരുണ്ട്? അടുത്തവരെന്നല്ല ആലിമുമില്ല എന്നുള്ളത്. മുഖറബ് എന്നുള്ള അർത്ഥത്തിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് എളുപ്പമായി. അത് നിങ്ങൾ പറഞ്ഞു ഒന്നുകൂടി പൊട്ടത്തരായി. ഒന്നുകൂടി പറഞ്ഞിട്ട് ആ ഈ വാർത്തകൾ വായിക്കുന്നുണ്ട്, വായിക്ക്. ഇവര് പറയാണ്, വഅലം നീ അറി അന്ന കുല്ല ഹാലിൻ ഷരീഫിൻ ഏതൊരു നല്ല അവസ്ഥയും നസൂഹു ഇല സൂഫിയത്തി സൂഫിയാക്കളിലേക്ക് ചേർത്തിപ്പറയുന്ന ഏതൊരു നല്ല അവസ്ഥയും ഫി ഹാദൽ കിതാബി ഈ കിതാബിൽ വഹുവ ഹാലുൽ മുഖറബി അള്ളാഹുവിൻ്റെ മുഖറബായ ആളുകളുടെ അവസ്ഥയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറയാണ് വലാ യുറഫു അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പുള്ള വരി വായിക്ക് എടുക്കാൻ ചാടണ് ഒറ്റ ചാട്ട അടുത്ത പേജിലേക്ക്. അതിന്റെ നേരെ വസ്സൂഫിയു ഹുവൽ മുഖറബ്. സൂഫി എന്ന് പറഞ്ഞാൽ ഹുവൽ മുഖറബ്, അള്ളാഹുവിലേക്ക് അടുത്ത ആള് എന്നാണ്. അപ്പൊ ഏത് കാലത്ത് അള്ളാഹിനോട് അടുത്താക്കും എന്ത് പറയും? സൂഫി എന്ന് പറയും. അപ്പൊ മഹാൻ ചോദിക്കാണ്, സൂഫി അല്ലാത്ത ആരുണ്ട് ജീവിപ്പിക്കാൻ ദീനിനെ? ആരാ സൂഫി? അലാലിമ ബില്ലാ, അള്ളാഹിനെ അറിയുന്ന സൂഫി. ഇനി മുട്ടായി ഉണ്ടാക്കി കൊടുന്ന് ആദ്യകാലത്തുള്ള ആളെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ആ സൂഫീന്റെ മയന മുഖറബ് എന്നാ പറഞ്ഞില്ലേ? മുഖറബ് എന്നില്ല എല്ലാ കാലത്തുള്ള സൂഫിയും വന്നില്ലേ? എളുപ്പമായില്ല അത്. അല്ലെങ്കിൽ ഈ ഇപ്പം എന്തിനത് തെളിവ് പറഞ്ഞു? ആദ്യകാലത്തുള്ള പോലെ ഇതിൽ കൂട്ടാനാ? ആദ്യകാലത്തുള്ള പോലെ കൂട്ടാൻ അത്ര ഇറങ്ങാറായിട്ട് അല്ലല്ലോ. ഈ ഹക്കീമിനെയും ഈ ബിസിനസ്മാനെയും ന്യായീകരിക്കാനല്ലേ. എന്നിട്ട് ലാസ്റ്റ് എത്തിപ്പെട്ടതേതാ? സൂഫി എന്ന് പറഞ്ഞാൽ മുഖറബ് എന്നാണ്. ഓക്കെ, സൂഫി അല്ലാത്ത പറഞ്ഞാൽ അൽ ആലിമു ബില്ലവന്റെ മുഖറബ് അല്ലേ? ഇതൊക്കെ ഒന്നാണല്ലോ. മുഖറബ് എന്ന് പറഞ്ഞാലും സൂഫി എന്ന് പറഞ്ഞാലും അൽ ആലിമു ബില്ല പറഞ്ഞാലും ഒക്കെ ഒന്നാ. എന്നിട്ട് അയാള് പിന്നെ അത് പറഞ്ഞിട്ട് പിന്നെ അടുത്തതിൽ പറയുന്നുണ്ട്, ഞാൻ അന്നേ പറഞ്ഞത് മഅരിഫത്തുള്ള ആളെ കുറിച്ചാണ്, വീണ്ടും കുയിൽ ചാടുകയാണ്. അടുത്ത കേട്ടോളി. എന്നുള്ളത് റാസിഖീങ്ങളായ ഉലമാ, ഞാനന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മഅരിഫത്ത് ലഭിച്ച റാസിഖീങ്ങളായ ഉലമാ തെർബിയത്തിന്റെയും തസ്കിയത്തിന്റെയും ആൾക്കാരാണ് എന്ന്. അൽ ആലിമുമില്ല എന്ന് ഞാൻ വായിച്ചല്ലോ. സൂഫി അല്ലാത്തതാണ് അൽ ആലിമുമില്ല. അതുകൊണ്ട് ഉദ്ദേശിച്ചത് മഅരിഫത്തുള്ള ആലിമാണ്. അപ്പൊ പിന്നെയും കുയിൽ ചാടി. കാരണം എന്താ? മഅരിഫത്തുള്ള ആലിം തന്നെയാണ് സൂഫി, സൂഫി തന്നെയാണ് മഅരിഫത്തുള്ള ആലിം. നല്ല മുശാവറായിട്ട് നമുക്ക് കിട്ടിയ സാധനം ഇതൊക്കെ ഗ്ലാസ്സിലാക്കി വെക്കണം. എല്ലാ കാലത്തും ഇത് കാണുന്ന അയാളൊക്കെ മശായിഖിനെതിരെ തീരുമാനം എടുക്കാൻ വേണ്ടി വരുന്നു. അല്ല, മശായിഖിന്റെ ശരീഅത്ത് നോക്കുകയാണ് അത്രേ. എന്നിട്ട് ചോദിക്കുക, അതിലെന്താ തെറ്റ്? ഒയറു സൂഫി അല്ല അൽ ആലിമുമില്ല എന്നുള്ളത്. സൂഫീന്റെ മയന മുഖറബായ ഒന്നുകൂടി ഉഷാറായി. മുഖറബ് അല്ലാത്ത ആളാ അൽ ആലിമുമില്ല എന്നുള്ളത്. മഅരിഫത്തുള്ള ആലിം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഉഷാറായി. മഅരിഫത്തുള്ള ആലിം എന്നല്ലേ സൂഫിയ്. അപ്പൊ ഇതിലെ ചോദ്യം സൂഫി അല്ലാത്ത ആരുണ്ട് എന്നാണ്. ഈ പോയത്തം പറയല്ലോ. ഇനി റൂഹുൽ ബയാൻ വേറൊരു പൊട്ടത്തരം കൂടി പറഞ്ഞിട്ടുണ്ട്. അതും കൂടി കേട്ടോളി. റൂഹുൽ ബയാനിൽ കാണാം, ബലില്ലാഹു യുസക്കി മൻ യശാ അത്തസ്കിയത വയതഹയ്യഉ ലഹാ ബിതസ്ലീമിൻ നഫ്സി ഇലാ അർബാബിത് തസ്കിയതി വഹുമുൽ ഉലമാഉർ റാസിഖൂൻ വൽ മശായിഖുൽ മുഹക്കിഖൂൻ. രണ്ട് കൂട്ടരി എണ്ണി. അത് രണ്ട് കൂട്ടരല്ല. ഇനിയെങ്കിലും ആ പൊട്ടത്തരം പറയല്ല. ആ പറഞ്ഞ മശായിഖും ഉലമാഉർ റാസിഖും എന്നത് ഒന്നാണ്. അതിന് തെർക്കീബ് വെക്കുമ്പോൾ അത്ഫ് തഫ്സീർ എന്നാ പറയാം. ആ പറഞ്ഞതിനെ ഒന്നുകൂടി തഫ്സീർ ചെയ്ത് അത്ഫ് ഇട്ടതാ. അതിൻ്റെ തുടക്കത്തിൽ റൂഹുൽ ബയാനിലുണ്ട്, കിതാബ് മാത്രം പഠിച്ചിട്ട് ഒരാൾ സൂഫി ആകൂല. അതാദ്യം മൂപ്പര് പറഞ്ഞിന്. അങ്ങനെയുള്ള ആളുകൾക്ക്
ഓൽക്ക് ഇങ്ങനെതാ മൂപ്പര് പറയുന്നുണ്ട്, ബൽ തസീദു സിഫാത്തുഹുൽ മദ്മൂമ മിസ്ലുൽ മുബാഹാത്ത് മുമാറാത്ത് മുജാദല മുഫാഖറ കിബ്ർ ഉജുബ്. ഇതൊക്കെ കൂടെ ഉള്ളൂ കിതാബ് ഓതിയാൽ. അതുകൊണ്ട് അതൊന്നും നന്നാവൂല. അതുകൊണ്ട് ഇവരെ എങ്ങോട്ട് പോകണം? ബി തസ്ലീമിൻ നഫ്സില അർബാബി തസ്കിയ, തസ്കിയത്ത് ചെയ്യുന്ന മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യം അറിയുന്ന ആളുകളിലേക്ക് പോകണം. അതാണ് ഉലമാ ഉർ റാസിഖ്. ഉലമാ ഉർ റാസിഖ് എന്ന് പറഞ്ഞാൽ തന്നെ സിറും വൈബൊക്കെ കിട്ടിയ ആളുകളാണ് എന്ന് മൂപ്പരെന്നെ പറയുന്നുണ്ട്. എന്നിട്ട് മശായിഖുൽ മുഹക്കിക്കും എന്ന് പറഞ്ഞാൽ അത്ബു തഫ്സീറാണ് എന്നുള്ള ഇയാൾ ഇവിടുന്ന് അവാമിൽ ഓതിയതാവും. അവാമിലും സഞ്ചാനും ഒന്നും ഓതിയില്ല. എന്നിട്ട് ഇതാകെ പെട്ടിഞ്ഞ് വീഡിയോ ഇറക്കാൻ പോകണം കൂടി നമ്മൾ ബാത്തിലാക്കിട്ടോ. ഈ ചോദ്യം ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, സൂഫി അല്ലാത്ത ആരുണ്ട് സുന്നത്തിനെ ഹയാത്താക്കാൻ? അവിടെ സൂഫി എന്നതിൻ്റെ സിഫത്താണ് അൽ ആലിമി ബില്ലാഹ്, അള്ളാഹനെ അറിയുന്ന ആള്. അല്ലാതെ ഒയറു സൂഫി അല്ല അൽ ആലിമി ബില്ലാഹ് എന്നുള്ളത്. ഇനിയെങ്കിലും നിർത്തിയാൽ നിങ്ങൾക്ക് നല്ലേ. എന്നിട്ടിപ്പോൾ പുതിയൊരു കഥയൊക്കെ ഉണ്ടാക്കി വന്നിന് കേട്ടില്ല നിങ്ങൾ? ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരു ഹദീസൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇഹ്സാനെ കുറിച്ച് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൻ തഅബുദല്ലാഹ കഅന്നക തറാ, അള്ളാഹിനെ കാണുമ്പോൾ ആരാധിക്കലാണ്. ഫഇല്ലം തകുൻ തറാ ഫഇന്നഹു യറാക്. സാധാരണ നമ്മൾ അർത്ഥം വെക്കലുണ്ട്, ഈ അള്ളാഹിനെ കാണുന്നില്ലെങ്കിൽ അള്ളാഹ് എന്നെ കാണലുണ്ട്. അവിടെ സൂഫിയാക്കൾ വെക്കുന്ന വേറൊരു മയനുണ്ട്. ആ മയനെന്താ? ഫഇല്ലം തകുൻ തറാ, ഫഇല്ലം തകുൻ, ഈ ഇല്ലാതെയായാൽ, ഈ എന്നുള്ളൊന്നും ഇല്ലാതെയായി എന്ന് പറഞ്ഞാൽ ഫനായിലെത്തിയാൽ തറാ, എനിക്ക് ഓനെ കാണാൻ പറ്റും. മനസ്സിലായില്ല? ഇഹ്സാൻ പറയുന്നിടത്ത് പറയാ ജി ഇല്ലാതാകണം. ശൈഖ് പറയില്ലേ, ജി എന്നതൊന്നും ഇല്ലാതാകണം, എന്നാൽ തറാ, എനിക്ക് ഓനെ കാണാം, അള്ളാഹ് എനിക്ക് കാണാം, കൽബ് കൊണ്ട് കാണാം. അപ്പം അങ്ങനെ അർത്ഥം വെച്ചു ചില സൂഫിയാക്കൾ. അങ്ങനെ അർത്ഥം വെച്ചപ്പോൾ ചില ആളുകൾ പറഞ്ഞു, അങ്ങനെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ ഹദീസിൻ്റെ ലഫ്ള് അതിന് സമ്മതിക്കണില്ല. കാരണം ഷർത്തിൻ്റെ ജവാബാണത്. ഷർത്തിൻ്റെ ജവാബിന് ജസ്മ് ചെയ്യണം. അപ്പോൾ ഹദീസിൽ എങ്ങനെ പറയണം? ഫഇല്ലം തകുൻ തറഹു എന്ന് പറയണം. തറാഹു എന്ന അലിഫ് അവിടെ ഉണ്ട്. ആ അലിഫ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ജസ്മ് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ആ അർത്ഥം പറ്റില്ല എന്ന് ചിലർ പറഞ്ഞു. പിൽക്കാലത്ത് വന്നവരെന്ത് പറഞ്ഞു? അതൊന്നുകൂടി പഠിക്കാത്തത് കൊണ്ടാണ് തറാഹു എന്ന് വായിച്ചാൽ തന്നെയും ആ അർത്ഥം കിട്ടും. കാരണം ഷർത്തിൻ്റെ ഇന്നിൻ്റെ ജവാബായി വരുന്ന സാധനം മാദിയാണെങ്കിൽ, അല്ലെങ്കിൽ മാദിയുടെ മയനാക്കുള്ളതാണെങ്കിൽ അവിടെ ജസ്മ് തന്നെ ചെയ്യണമെന്നില്ല, റഫ് ചെയ്താലും മതി. അപ്പം തറാഹു എന്ന് വായിക്കാം. അങ്ങനൊന്ന് സഹിച്ചാൽ ഞാനൊരിടക്ക് അയാൾക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തതാണ്. കാരണം കിതാബായിട്ട് വരുമ്പോഴേ ഇവലിങ്ങനെ 4 നെഹ്വ് വായിച്ച് എന്നിട്ട് അത് ഇയാൾ വ്യാഖ്യാനിക്കുകയാണ്. ഇയാൾ പിന്നെ ഒരു കാര്യമില്ലാതെ ആ സംഭവം പറയാണ്. ആ സംഭവം പറഞ്ഞെടുത്ത് ഇയാൾ ഇബ്നു മാലിക് തങ്ങളെ ഉദ്ധരിച്ച് പറയാണ്, ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ റഫും ചെയ്യാം ബി കുറുഹിൻ, ബി കുറുഹിൻ, ശരിയില്ല എന്നാലും റഫും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ബി കുറുഹിന്നാക്കിയൊരു വായന നടത്തുന്നുണ്ട് അയാൾ. നെഹ്വും വൈക്ക് അറിയില്ല എന്ന് ഞാൻ നേരത്തെ പറയില്ലെങ്കിൽ ഇബൽ നെഹ്വും അറിയില്ല, സൊറഫും അറിയില്ല, ഇബൽക്കൊരു ചുക്കും അറിയില്ല, ഇബൽ എന്ത് സമസ്തയാണ്. അതാണ്. അപ്പം അതൊന്നും അയാൾ പറഞ്ഞോട്ടോ, ജസ്റ്റ് ക്ഷമിച്ചേക്ക് അയാൾ വായിച്ചോട്ടെ. സ്വഹീഹാവണമെങ്കിൽ ജവാബിന് ജസ്മ്, ഇന്ന് ജസ്മ ചെയ്യൽ നിർബന്ധമാണ് എന്ന് വരണം. ജവാബിന് ജസ്മ ചെയ്യൽ നിർബന്ധമാണ്, ഇന്ന് ജസ്മ ചെയ്യൽ നിർബന്ധമാണ് എന്ന് വരണം. ഇവിടെ നിർബന്ധമില്ല എന്നൊരു അഭിപ്രായമുണ്ട്. ആർക്ക്? ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് തന്നെ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇന്നിൻ്റെ ശേഷം മംഫിയായ ലമ്മ് വന്നാൽ, നാഫിയായ ലമ്മ്, നഫിയുടെ ലമ്മ് വന്നാൽ ജവാബിന് എന്തായിക്കൊള്ളണമെന്നില്ല, ജസ്മ് ചെയ്യേണ്ടതില്ല. ജസ്മ് ചെയ്യാതിരിക്കൽ അനുവദനീയമാണ്. ബി കുർഹിൻ, കറാഹത്തോടുകൂടെ. കറാഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഖ്ഹിലെ കറാഹത്തല്ല അത്. എന്ന് പറഞ്ഞാൽ ഫസാഹത്തിൻ്റെ മുഹില്ലാണ്. എന്നാൽ അങ്ങനെ ജസ്മ് ചെയ്യാതെ റഫ് ചെയ്തത് കൊണ്ട് എന്തില്ല, കുഴപ്പം ഇല്ല. എന്നിട്ട് ബദറുദ്ദമാമീനി പറഞ്ഞു, അതുകൊണ്ട് തന്നെ എന്താണ് പറഞ്ഞത്? ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ജസ്മന്നെ ചെയ്യണമെന്നില്ല, റഫ് ചെയ്താൽ മതി. ബി കുറുഹിൻ, നല്ലതൊന്നുമല്ല,
അത് ഫിഖീൻ്റെ കറാഹത്തൊന്നുമല്ല. അതേ സമയത്ത് ഫസാഹത്തിന് മുഹില്ലാണ്. മനസ്സിലായില്ല? അതായത് അറബി സാഹിത്യത്തിൽ പ്രശ്നം വരും, എന്നാലും ജായിസാണ്. ഇതാര വാക്ക? ഈ ഹദീസല്ലേ ചർച്ച? ഹദീസല്ലേ ചർച്ച? ഹദീസിനെ കുറിച്ചാണോ ചർച്ച? ആര വാക്ക്? മുഹമ്മദുർ റസൂലുള്ളാഹ് അഫ്സഹുൽ അറബ്, ഏറ്റവും ഫസാഹത്തിൽ സംസാരിക്കുന്ന ആളാണ് ആര്? മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഹബീബായ തങ്ങള് ഒരു വാക്ക് പറയുമ്പോൾ അത് ഫസാഹത്തിനെതിരാക്കാൻ പറ്റും. ഇല്ലം തക്കുൻ തറാ എന്നല്ലേ പറഞ്ഞ്? ഇല്ലം തക്കുൻ തറാ. അവിടെ തറാഹു എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അത് ഫസാഹത്തിനെ ബാധിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ അനുവദനീയായിട്ട് കാര്യമല്ലത്. കറാഹത്തൊക്കെ കൂടി ഒരു അറബി പറഞ്ഞ ആളല്ല മുത്തു റസൂൽ. അപ്പൊ ഏടെ പയച്ചു പറയോ? ഇയാൾ വായിച്ചല്ലോ കിതാബ് ബി കുറുഹിൻ, അങ്ങനെ ആ കിതാബിലില്ല. പെട്ടതാണ്, സാധു പെട്ടതാണ്. ഈ ഈയാമ്പാറ്റിനെ പോലെ നമ്മളെ മുന്നിൽ തന്നെ ഇത് വന്നു പോടും ചെയ്യും. ഇത് അങ്ങനെ ഇല്ലാതെ അൽഫി ഓതിയാൽ മതി. ഞാനതായി പറഞ്ഞു, ഈ അൽഫി ഓതുന്ന കാലത്ത് നിങ്ങൾ എവിടെ അണ്ടി പറിക്കാൻ പോരാ. ഇത് കേട്ടോളൂ നിങ്ങൾ. അൽഫി പറയാ വബഅദമാലിൻ റഫ്ഉകൽ ജസാ ഹസൻ വറഫ്ഉഹു ബഅദ മുദാരിഇൻ വഹൻ. അൽഫിന്റെ നേരെ വാക്ക വബഅദമാലിൻ, മാലിയുടെ ശേഷം റഫ്ഉകൽ ജസാ, ജവാബിന് റഫ്ഉ ചെയ്യൽ ഹസൻ, ഏറ്റവും നല്ലതാണ്. ഈ ഹസൻ എന്നുള്ളതാണ് ഇയാൾ കറാഹത്ത് നാക്കിയത്. എങ്ങനെയുണ്ട്? മാലിയാണിത്. ലമ്മ് കടന്നാൽ മാലിന്റെ വായനയായി. ലം തക്കുന്നല്ലേ? ലമ്മ് കടന്നാൽ ജാസിമായ ലമ്മ് കടന്ന മുദാരിയായ ഫിഅല് മാലിയുടെ മയനാക്കാണ്. അതിന് മീസാൻ ഓതിയാൽ മതി, അതിന് കൂടുതൽ ഇൽമൊന്നും ആവശ്യമില്ല. അപ്പൊ ഇബ്നു മാലിക് തങ്ങൾ ഹസനാണെന്ന് അൽഫി പറയണ്. ഇയാൾ പറയണ ഇബ്നു മാലിക് തങ്ങൾ ബി കുറുഹി എന്ന് പറഞ്ഞു എന്നാണ്. വെല്ലുവിളിക്കുന്നു ഞാൻ. ഇബ്നു മാലിക് തങ്ങളുടെ കിതാബിൽ ബി കുറുഹിൻ എന്നൊരു ഇബാറത്ത് കാണിക്കാൻ മുഷാവറയെ മൊത്തം വെല്ലുവിളിക്കുക ഞങ്ങൾ. സംഗതി സാധുപെട്ടതാണ്. കാരണം അയാൾ നോക്കിയ കിതാബ് ഏതാരങ്ങള്, അയാൾ നോക്കിയ കിതാബ് കയ്യെഴുത്ത് കോപ്പിയാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ബി കുറുഹിട്ട് എന്താ സംഗതി ആൾ തിരിഞ്ഞിട്ടില്ല. അപ്പൊ ഇയാളാണ് ബി കുറുഹി എന്ന് വായിച്ചതാണ്. അത് വായിക്കൊള്ളൂ. കാരണം വന്നത് എന്തിനാ? മശായിഖിനെ എതിർക്കാനാ. എന്നാല് ആ കിതാബ് എഴുത്ത് കിതാബ് വ്യക്തമാവാത്ത കിതാബാണെങ്കിൽ ഏതിൽ നിന്നാണ് അക്കിതാബിൽ ഇബാറത്ത് ഉദ്ധരിച്ച് നോക്കണം. അങ്ങനെ കിതാബ് നോക്കല്. അപ്പൊ ആ കിതാബിൽ പറയുന്നുണ്ട് ശറഹു തസ്ഹീലിന്റെ ഇബാറത്താണ്. ശറഹു തസ്ഹീൽ എന്ന് പറഞ്ഞാൽ ഇബ്നു മാലിക്കിന്റെ കിതാബാണ്. ഇബ്നു മാലിക് അതിന്റെ മത്നും ശറഹൊക്കെ ഇബ്നു മാലിക്കാണ്. അപ്പൊ അവിടെ പോയിട്ടൊന്ന് നോക്കുക, ഈ വായിക്കാൻ കിട്ടാത്ത സാധനം എന്താണ്. അപ്പൊ ബി കുറുഹിൻ നല്ല സാധുവോടുള്ളത് ബി കസിറത്തിൻ എന്നാണ്. ബി കസിറത്തിൻ, അധികമായി ധാരാളമായി പറയാറുണ്ട് എന്നാണ്. അതാണ് ബി കുറുഹി എന്ന് വായിച്ചത്. അന്ന മുഷാവറയിലെടുത്ത സമസ്ത വലിയ സമസ്ത തന്നെ. ഇവരപ്പം ഞമ്മക്കെതിരെ ഇവിടെ വിധി പറയാൻ പോകണ്ട്. ബി കുറുഹിന്ന് ബി കസിറത്തി. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, പണ്ട് ഒരു കുട്ടി മുദരിസ് ഇങ്ങനെ വായിച്ചു കൊടുക്കുക ബാദിൻ ഹോമിൻ. അപ്പൊ കുട്ടി ചോദിച്ചു, ഉസ്താദെ ബി ഇദ്ഗാമിന്ന് വായിച്ചാലോ? ശരിക്കും ബി ഇദ്ഗാമിന്നാണ്. അപ്പൊ മൊയിലേര അങ്ങനെയും വായിക്കാം എന്ന് പറഞ്ഞാൽ ഇയാളാണ് വായിച്ചതാ ബി കുറുഹിൻ. ഒന്ന് ചിന്തിച്ചൂടത് ഹദീസല്ലേ? ഹദീസിൽ ഫസാഹത്തെ പറ്റൂ. ഫസാഹത്തിന് മുഹില്ലായ ഭാഷ കൊണ്ട് ആ ഹദീസ് സംസാരിക്കൂല. തറാഹു എന്നിടത്ത് ജസ്മ് വേണ്ട, റഫ് മതി. അത് കസിറത്ത് കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്, അത് ഹസനാണ്. ഇതാണ് അതിന്റെ മസ്അല. നഹ്വിൽ നിങ്ങൾ നഹ്വ് പറഞ്ഞാലും മആനി പറഞ്ഞാലും മന്തിക്ക് പറഞ്ഞാലും തൽക്കാലം മശായിഖന്മാരെ മക്കളെ മുമ്പിൽ രക്ഷപ്പെടാൻ പോണില്ല. നിങ്ങൾക്ക് ഞങ്ങൾ മീസാന് മുതൽ പഠിപ്പിച്ചു തരും. നിങ്ങളെ മശായിഖിന്റെ മേലില കുതിര കയറാൻ വരുന്നത്. ഒരു തെറ്റിനെ തീർക്കാനാണ് അടുത്ത് വായിച്ചത്. അതിൻ്റെ ഗതി ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ ഇനിയെങ്കിലും ഇന്നിപ്പോൾ ലാസ്റ്റ് പറയുന്നത് ഞാൻ നിർത്താൻ പോവുകയാണ്. വിടൂലങ്ങളെ അങ്ങനെ നിർത്താൻ പറ്റുമത്? അങ്ങോട്ട് പറഞ്ഞോട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഹക്ക് കാണിച്ചു കൊടുക്കൂല. ഹൃദയം കറുത്തുപോയി. അതുകൊണ്ട് ഈ ഒരൊറ്റ വിഷയം ഇൻഷാ അല്ലാഹ് ആവശ്യമെങ്കിൽ സൗകര്യം പോലെ മറ്റു ചില വിഷയത്തിലേക്കും കടന്ന് ഈ
ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. ഒരിക്കലും നടക്കൂല മോനെ. കുടുങ്ങിയത് സാവിയത്ത് സൂഫിയുടെ മുമ്പിലാണ്. പലരും ഇവിടെ നിർത്താൻ നോക്കിയില്ലേ, ഇബിലീസ് മോനെയൊക്കെ ഇങ്ങനെ മുങ്ങാൻ നോക്കുമ്പോൾ പിടിച്ച് ഞങ്ങൾ കൊണ്ടുവരൂലേ. അയക്ക് കൊടുക്കാൻ സമയം കിട്ടിയില്ല, ഞാൻ നാളെ വേറെ ലൈവായിട്ട് അയക്ക് കൊടുക്കുന്നുണ്ട്. ഒരൊറ്റൊന്നിനും വിടൂല. ഇവിടെ മശായിഖിനെതിരെ കുതിര കയറി വന്നാൽ ഓനെ അറബി അറിയില്ല, മന്ദിക്കും അറിയില്ല, നെഹു അറിയില്ല എന്ന് തെളിയിച്ചിട്ട് ബാക്കി കാര്യം. അതുകൊണ്ട് ഇനിയും പൊട്ടപ്പോഴത്തും പറയരുത് സൂഫി എന്നത് തന്നെയാണ് അൽ ആലിമു ബില്ലാ. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഒരു സൂഫിയാണ് അൽ ആലിമു ബില്ലാ എന്നുള്ളത്. സൂഫിൻ്റെ നിർവചനമാണ് അൽ ആലിമു ബില്ലാ എന്നുള്ളത്. രണ്ടിൻ്റെയും ഇടയിലുള്ള നിസ്ബ രണ്ടും ഒന്നാണ് എന്നതാണ്. നിങ്ങൾ മുട്ടായി ഉണ്ടാക്കാൻ പോണേതാ സൂഫി എന്ന് പറയാത്തോലുണ്ട്, അത് പറയൂല എന്നാ പറഞ്ഞത്. അന്നും അവരെ ആര് തന്നെയാണ്? സൂഫി തന്നെയാണ്. അതാണ് സൂഫിന് മുഖറബ് എന്ന അർത്ഥം വെച്ചു കൊടുത്തത്. വസ്സൂഫിയു ഹുവൽ മുഖറബ് എന്ന് ആ അവാരിഫുൽ മആരിഫിൽ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്നൊന്നും ഞങ്ങളുടെ ബലത്തിലല്ല, ഞങ്ങൾക്ക് ഇതിലൊന്നും കഴിയൂല, ഞങ്ങളത് ഉറപ്പിച്ച് വിശ്വസിക്കുക. പക്ഷേ ഞങ്ങളുടെ മശായിഖന്മാർ, ഞങ്ങൾക്ക് ബോധം തരുന്നവർ, ഞങ്ങൾക്ക് വിവരം തരുന്നവർ, അവര് അല്ലാഹു സർവവും കൊടുത്തവരാണ്.